ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആഴ്സണലിനെ തോൽപ്പിച്ചതോടെ കിരീടപ്പോരിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. ജർമ്മനിയിൽ കിരീടമുറപ്പിച്ച് ബയേൺ മ്യൂണിക്ക്. സ്പെയിനിൽ റയലിനേക്കാൾ 9 പോയിന്റ് ലീഡുമായി ബാഴ്സലോണ കുതിക്കുന്നു. ഇറ്റലിയിൽ ഇന്റർ മിലാന് ഭീഷണിയില്ല. എന്നാൽ ഇംഗ്ലണ്ടിൽ കാര്യങ്ങൾ പന്തിയല്ല. ഒരു തോൽവി, ഒരു സമനില, ഒരു പിഴവ്, കിരീടം കൈവിടാം. ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. തുടർച്ചയായി 3 സീസണിൽ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ട ആഴ്സണൽ ഈ സീസണിൽ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയത്. തുടക്കം മുതൽ വിജയക്കുതിപ്പ് തുടർന്ന ആഴ്സണലിന് പക്ഷേ എന്നും നേരിടുന്ന ഫിനിഷിംഗ് വെല്ലുവിളി ഇത്തവണയും മുന്നിൽ. അവസാന 2 മത്സരത്തിൽ തോൽവി. മാഞ്ചസ്റ്റർ സിറ്റിയോട് കൂടി തോറ്റതോടെ മേൽക്കൈ നേടാനുള്ള നിർണായക അവസരം ആഴ്സണൽ കളഞ്ഞുപിടിച്ചു. ബേൺലിയുമായി ജയിച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണലിനെ പിന്നിലാക്കും. നിലവിൽ ആഴ്സണലിന് 70ഉം സിറ്റിക്ക് 67ഉം പോയിന്റാണ്. മാഞ്ചസ്റ്റർ സിറ്റി ആകട്ടെ തുടക്കത്തിൽ നേരിട്ട പിഴവുകൾ പരിഹരിച്ചാണ് ആഴ്സണലിന് തൊട്ടടുത്തെത്തിയത്. 6 സീസണിനിടെ 5ാം കിരീടമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലക്ഷ്യമെങ്കിൽ 2004 ശേഷം ആദ്യ കിരീടമാണ് ആഴ്സണൽ സ്വപ്നം കാണുന്നത്. ന്യൂകാസിൽ യുണൈറ്റഡുമായുള്ള ആഴ്സണലിന്റെ അടുത്ത മത്സരമാണ് ലീഗിന്റെ ഗതി നിർണ്ണയിക്കുക. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇനി ബേൺലി, എവർട്ടൺ, ബ്രെന്റ്ഫോർഡ്, ബേൺമൌത്ത്, ക്രിസ്റ്റൽ പാലസ്, ആസ്റ്റൺ വില്ല ടീമുകളാണ് എതിരാളികൾ. ആഴ്സണൽ ന്യൂകാസലിന് പുറമെ ഫുള്ളാം, വെസ്റ്റ് ഹാം, ബേൺലി, ക്രിസ്റ്റൽ പാലസ് ടീമുകളെ നേരിടും. ജയത്തോടൊപ്പം ഗോൾ ശരാശരിയും നിർണായകമാകുമെന്ന് ചുരുക്കം. പ്രീമിയർ ലീഗിലെ മറ്റ് കരുത്തരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ചെൽസിയും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പിക്കാനുള്ള പോരിലാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.